ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോൻ്റെ ബാക്കിയുള്ള വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിവിടെ മൂകാംബിക എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഓൺലൈനായിട്ടൊരു റൂം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലളിതാംബിക ഗസ്റ്റ് ഹൗസാണ് ഞങ്ങൾ താമസിക്കാൻ റൂം എടുത്തിട്ടുള്ള അതിൻ്റെ പേരായിരുന്നു. അപ്പോൾ നല്ല സർവീസായിരുന്നു അതിൻ്റേതും. അപ്പോൾ ഞങ്ങളൊരു 6:30 കേട്ടോ അവിടുന്ന് റൂമിലെത്തിയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളൊന്ന് അമ്പലത്തിലോട്ട് ദർശനത്തിനായി നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ റൂമിൽ നിന്ന്. അപ്പോൾ രാത്രിയാകുമ്പോൾ അവിടെ കുറേ ചടങ്ങുകളും പിന്നെ ഒരു ആയുർവേദ കഷായം അവിടുന്ന് ദേവിക്ക് പൂജിച്ചിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ സേവിക്കാനൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടി. രാത്രി അവിടെ ഒരു തേരുണ്ടായിരുന്നു, അതും കാണാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഈ അമ്പലമായിട്ട് കുറേ ഐതിഹ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കറിയുന്ന കുറച്ച് ഐതിഹ്യങ്ങളും ഞാൻ അവിടുന്ന് ആൾക്കാർ പറഞ്ഞ് തന്ന ഐതിഹ്യങ്ങളൊക്കെ ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് മൂകാംബിക എന്ന പേര് ഈ ക്ഷേത്രത്തിന് വരാനുള്ള കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. മൂകാംബിക എന്ന പേരിലാണ് കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രം പ്രശസ്തമായിരിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരാണ കഥകൾ മലയാള സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. മൂകാസുരൻ എന്നൊരു അസുരൻ തപസ്യ ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചു. അസുരന് വരം ലഭിച്ചു. എന്നെ സ്ത്രീയെ കൊണ്ടല്ലാതെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു വരം. വരം ലഭിച്ചതോടെ മൂകാസുരൻ്റെ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവതകൾ പരമശക്തിയായ ദേവിയെ പ്രാർത്ഥിച്ചു. ദേവി മൂകാസുരനെ വധിച്ചു. അതോടെ മൂകാംബിക മൂകനായ അസുരൻ്റെ വധത്തിൻ്റെ ദേവി എന്ന പേരിൽ ലഭിച്ചു. മലയാളത്തിൽ മൂകരായ അസുരനെ വധിച്ച ദേവി എന്നർത്ഥമുള്ള ഒരു ദേവത കൂടിയാണ് മൂകാംബികയിലെ ദേവി. ശ്രീ ആദി ശങ്കരാചാര്യർ ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ദേവിയെ സരസ്വതി ദേവിയായും ലക്ഷ്മി ദേവിയായും പാർവതി ദേവിയായും എന്നീ 3 ശക്തികളുടെ സംയോജനമായ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. മലയാള സാംസ്കാരികവുമായി നല്ല ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്. മൂകാംബിക ക്ഷേത്രം കർണാടകയിലാണെങ്കിലും കേരളത്തിൽ നിന്ന് വൻതോതിൽ ഭക്തർ തീർത്ഥാടനം നടത്തുന്നുണ്ട്. ദേവിയെ വിദ്യ, സമ്പത്ത്, ആരോഗ്യം നൽകുന്നതിനായി വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രം വിദ്യാരംഭ ചടങ്ങിന് മുമ്പ് മൂകാംബിക ദർശനം നടത്തുന്നത് പതിവാണ്. മൂകാംബിക ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനുമുണ്ട് പ്രത്യേകത. പഞ്ചലോഹത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ വിഗ്രഹം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിത്യദീപം ഉണ്ട്. ഇത് ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചതെന്നും 1200 വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുമെന്നും പറയപ്പെടുന്നു. ദേവിയുടെ 3 രൂപങ്ങൾ. പകൽ സമയത്ത് സരസ്വതി ദേവിയും ജ്ഞാനത്തിൽ, സന്ധ്യാസമയത്ത് ലക്ഷ്മി ദേവി സമ്പത്ത്, രാത്രി സമയത്ത് പാർവതി ദേവി ശക്തി എന്നീ 3 രൂപങ്ങളിലായി പ്രകാശിക്കുന്നുവെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് കഷായ തീർത്ഥം. കുരുമുളക്, ഇഞ്ചി, തിപ്പല്ലി എന്നിങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ ഈ കഷായ തീർത്ഥം രാത്രി 9 മണിക്കുള്ള കഷായ പൂജയ്ക്ക് ശേഷമാണ് കഷായ തീർത്ഥം ഭക്തർക്ക് കഴിക്കാനായി നൽകുന്നത്. ക്ഷേത്രത്തിന് നാലമ്പലത്തിന് പുറത്തു വെച്ചാണ് കഷായ തീർത്ഥം ഭക്തർക്ക് വിതരണം ചെയ്യുന്നതും. കഷായ തീർത്ഥം കുടിക്കുന്നതിലൂടെ ശരീരത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ക്ഷീണം എന്നിവ മാറാൻ സഹായിക്കുമെന്നും ഐതിഹ്യമുണ്ട്. അതിനായി ഒരുപാട് ഭക്തർ കഷായ തീർത്ഥം സേവിക്കാനായി
രാത്രി പൂജ കഴിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്യുന്നതിനിടയിൽ അസുഖ ബാധിതനായി എന്നും അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ദേവി എത്തി നൽകുകയും അതോടെ ശങ്കരാചാര്യരുടെ അസുഖം മാറി എന്നാണ് ഈ കഷായ തീർത്ഥത്തിൻ്റെ ഐതിഹ്യം. മൂകാംബിക ക്ഷേത്രത്തിൽ അടിക എന്ന ബ്രാഹ്മണന്മാർക്കാണ് അവിടെ പൂജ ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവരാണ് അവിടെ പൂജകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ദേവിയെ തേരിലേറ്റിയിട്ട് അമ്പലത്തിൻ്റെ വലം വയ്ക്കുന്നതാണ്. ഇതിനു മുമ്പ് ദേവിയെ തലയിൽ ചുമന്നിട്ടായിരുന്നു ഒരു വട്ടം വലം വയ്ക്കും, പിന്നെ രണ്ടാമത്തെ വട്ടം തേരിൽ ചുമന്നിട്ട് മൂന്നാമത്തെ വട്ടം നമ്മുടെ തേര് വെള്ളിത്തേരില്ലേ നമ്മൾ ആദ്യം കണ്ടിരുന്നു, ആ തേരിലേന്തിയിട്ട് വലം വയ്ക്കുന്നതാട്ടോ. അങ്ങനെ പിന്നെ ഒരു വലിയൊരു രഥത്തിൽ കയറ്റിയിട്ട് ഒരു വലം വയ്ക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 തേര് പോലത്തെ ഇതിൽ വെച്ചിട്ടാണ് ദേവിയെ വലം വയ്ക്കുന്നത്. വലിയ തേര് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് ആകെ അലങ്കരിച്ചിട്ടൊക്കെ ദേവിയെ അതിലോട്ട് കയറ്റി ഇരുത്തിയതിന് ശേഷം വലിയൊരു കയറുണ്ട്, അതിൽ ഒരു ആൾക്കാരെ കൊണ്ട് വലിപ്പിച്ചിട്ടാണ് ആ തേര് മൊത്തം നമ്മുടെ ക്ഷേത്രത്തിന് ഒന്ന് വലം വയ്ക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ആൾക്കാരും അതിലോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന സമയമായിരുന്നു. അവരുടേതായ നാമങ്ങളും ചൊല്ലുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ തേരിൻ്റെ പുറകിലോട്ട് നിന്നിട്ട് എല്ലാവരും ഒന്ന് വലം വയ്ക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ തേരിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളവിടേക്ക് പോയത് ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിരുന്നു. ഇതാണ് സരസ്വതി മണ്ഡപം. ഇവിടെയാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം എഴുതുന്നതും പിന്നെ അമ്പാടിക്ക് ചോറ് കൊടുത്തതും ഇവിടെ നിന്നായിരുന്നു കേട്ടോ. കുറേ പിള്ളേരുണ്ടായിരുന്നു എഴുത്തിനിരുത്താൻ. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കാണാൻ തന്നെ ഭാഗ്യം കിട്ടി. മോനവിടെ എഴുത്തിനിരുത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പോവുമല്ലോ അപ്പോൾ എഴുത്തിനിരുത്താൻ. പക്ഷേ അത് പറ്റിയില്ല. അവന് 2.5 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അവന് 2 വയസ്സും 3 മാസമായിട്ടുള്ളൂ. 2.5 വയസ്സ് കഴിയണം എഴുത്തിനിരുത്തണമെങ്കിൽ അവിടെ. പിന്നെ വേറെ 3 എത്രയോട്ടോ അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇനിയും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഇത് അവിടെ ഒരു തേരുണ്ടായിരുന്നു. അപ്പോൾ ആ തേരിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് കുട്ടികൾ ഡാൻസ് കളിക്കുന്ന സരസ്വതി മണ്ഡപം. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.